Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബ്ലോക്ക് 3 പ്രൈസിങ്ങും ബ്ലോക്ക് 4 ഡിസ്ട്രിബ്യൂഷനുമാണ്. യൂണിറ്റ് 8 ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ് പ്രൈസിങ്ങിന്റെ, യൂണിറ്റ് 10 റെഗുലേഷൻ ഓഫ് പ്രൈസ്, ബ്ലോക്ക് 4 ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ യൂണിറ്റ് 11 ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ 1, യൂണിറ്റ് 12 ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ 2, യൂണിറ്റ് 13 ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൽ ആദ്യത്തെ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യത്തെ ഭാഗം ബ്ലോക്ക് 3 പ്രൈസിംഗ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പ്രൈസിംഗ് എന്ന് പറയുന്ന വാക്കിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എന്താണ് പ്രൈസിംഗ്? യൂണിറ്റ് 8 ഡിസ്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ് ആണ്. മീനിങ് ഓഫ് പ്രൈസ്, ഒരു കൊമേഴ്സ് വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾക്ക് പ്രൈസിങ്ങിന്റെ മീനിങ് എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. അവിടെ നോട്ടിൽ കൊടുത്തിട്ടുള്ളത് പോലെ ബ്ലോക്ക് 3 പ്രൈസിംഗ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ് ആണ് ആദ്യമായിട്ട് പറയുന്നത്. യൂണിറ്റ് 8 ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ്. ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രൈസിംഗ് എന്താണ് എന്ന് പ്രത്യേകമായിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മീനിങ് ഓഫ് പ്രൈസ് വ്യക്തമായിട്ട് പ്രിന്റിൽ എഴുതിയിട്ടുണ്ട്. മീനിങ് ഓഫ് പ്രൈസ്: പ്രൈസ് ഈസ് ദി മണി പെയ്ഡ് ഫോർ എ പ്രോഡക്റ്റ് ഓർ സർവീസ്. പ്രൈസ് ഈസ് ദി മണി പെയ്ഡ് ഫോർ എ പ്രോഡക്റ്റ് ഓർ സർവീസ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈസ് ദി മണി പെയ്ഡ് ആണ് ഫോർ എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു സർവീസിനോ പ്രോഡക്റ്റിനോ വേണ്ടി പേ ചെയ്യുന്ന പണത്തെയാണ് നമ്മൾ പ്രൈസിംഗ് എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ദി എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ് എക്സ്പ്രസ്ഡ് ഇൻ മണി. ഒരു ഉൽപ്പന്നത്തിന്റെ എക്സ്ചേഞ്ച് വാല്യൂ പണത്തിന്റെ രൂപത്തിൽ പ്രകടിപ്പിക്കുന്ന ഒന്നാണ് ഇത്. എനിത്തിങ് ഹാവിംഗ് കൊമേഴ്ഷ്യൽ വാല്യൂ ഹാസ് എ പ്രൈസ്. അപ്പൊ അതിലെ മീനിങ് ഓഫ് പ്രൈസിങ്, പ്രൈസ് എന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞു. ഇനി ഇതില്
ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റുകളിൽ, ഘടകങ്ങളിൽ ഒന്നാണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇവിടെ ഇഫ് പ്രൈസ് ഈസ് ടു ഹൈ, പ്രൈസ് ടു ഹൈ ആയി കഴിഞ്ഞാൽ, വളരെ അധികമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സെയിൽസ് ഡിക്രീസ് ആകും. സെയിൽസ് എന്ത് ചെയ്യും? കുറയും. ഇനി പ്രൈസ് ടു ലോ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സെല്ലറുടെ പ്രോഫിറ്റ് ഡിക്രീസ് ചെയ്യും. മാർക്കറ്റിംഗിൽ എല്ലാവർക്കും അഫോർഡബിൾ ആകുന്ന രീതിയിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുകയും എന്നാൽ പ്രോഫിറ്റ് ഉണ്ടാവുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൈസിങ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് മാർക്കറ്റിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോ ടു ഹൈ പ്രൈസും ടു ലോ പ്രൈസും അത് രണ്ടും ഒരു നല്ല മാർക്കറ്റിംഗ് സിസ്റ്റത്തിന് ചേർന്ന ഒന്നല്ല എന്നർത്ഥം. അപ്പൊ അതിന്റെ കറക്റ്റ് രീതി എന്ന് പറഞ്ഞാൽ നല്ല സെയിൽ നടക്കണം, നല്ല പ്രോഫിറ്റും കിട്ടണം. അപ്പൊ കൂടുതൽ സെയിൽ നടക്കണമെങ്കിൽ അഫോർഡബിൾ ആകുന്ന, കൺസ്യൂമേഴ്സിന് അഫോർഡബിൾ ആകുന്ന പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത് ഒരു സെല്ലറുടെ ഉത്തരവാദിത്വമാണ്. ഇനി പ്രൈസ് ടു ലോ ആയി കഴിഞ്ഞാൽ അത് പ്രോഫിറ്റിനെ ബാധിക്കും. അപ്പൊ ഗുഡ് പ്രോഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ, ഗുഡ് സെയിൽ നടക്കുന്ന രീതിയിലുള്ള ഒരു കറക്റ്റ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഏതൊരു പ്രൊഡ്യൂസറുടെയും ഉത്തരവാദിത്വമാണ്. ഇനി റോൾ ഓഫ് പ്രൈസ് ഇൻ ബിസിനസ്. നമുക്കറിയാം, ഇൻഫ്ലുവൻസ് സെയിൽസ്, അത് സെയിൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. ബയേഴ്സ് മോസ്റ്റ്ലി ഡിസൈഡ് ബേസ്ഡ് ഓൺ പ്രൈസ്. ഏതൊരു ഗുഡും ഒരു ബയ്യർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നത് ബേസ്ഡ് ഓൺ പ്രൈസ്, അതിന്റെ പ്രൈസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ബയേഴ്സ് മോസ്റ്റ്ലി ഡിസൈഡ് ബേസ്ഡ് ഓൺ പ്രൈസ്. കൂടുതൽ ഏതൊരു ബയ്യറും കൂടുതലായിട്ട് ഒരു ഗുഡുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് അതിന്റെ പ്രൈസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ ബിസിനസ്സിൽ പ്രൈസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അധികമായിട്ടുള്ള വിലയുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ വാങ്ങുവാൻ താല്പര്യം കാണിക്കും. എന്നാൽ ലോ പ്രൈസിൽ മാക്സിമം യൂട്ടിലിറ്റി കിട്ടും. ആ കിട്ടുന്ന രീതിയിലുള്ള ഗുഡ് വാങ്ങുവാനാണ് ഒരു ബയ്യർക്ക് എപ്പോഴും താല്പര്യം ഉണ്ടാവുകയും ചെയ്യുക. ഇനി എഫക്ട്സ് പ്രോഫിറ്റ്. പ്രൈസ് ഡയറക്ട്ലി എഫക്ട് ചെയ്യും. അതായത് ടോട്ടൽ റവന്യൂ, ടോട്ടൽ പ്രോഫിറ്റ്. നമുക്കറിയാം, റവന്യൂ കൂടിയാൽ മാത്രമാണ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുള്ളൂ. റവന്യൂ കൂടണമെങ്കിൽ അഫോർഡബിൾ ആകുന്ന രീതിയിലുള്ള പ്രൈസ് എന്ത് ചെയ്യേണ്ടി വരും? ഡിറ്റർമിൻ ചെയ്യേണ്ടി വരും, ഡിസൈഡ് ചെയ്യേണ്ടി വരും. ഇനി ടൂൾ ഓഫ് കോമ്പറ്റീഷൻ. പലപ്പോഴും കമ്പനികൾ പരസ്പരം കോമ്പറ്റ് ചെയ്യുന്നത് പ്രൈസ് എന്ന എലമെന്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. കമ്പനീസ് കോമ്പറ്റ് മെയിൻലി ത്രൂ പ്രൈസ്. റോങ് പ്രൈസിങ് മേ ബി കോസ് ലീഗൽ പ്രോബ്ലംസ്, ലോസ് ഓഫ് ഗുഡ്വിൽ. ഒരു റോങ് പ്രൈസ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലീഗൽ പ്രോബ്ലംസ് ഉണ്ടാകും. അതുപോലെ തന്നെ ലോസ് ഓഫ് ഗുഡ്വിൽ സംഭവിക്കും. ഗുഡ്വില്ലിന് അത് ലോസ് ആയിട്ട് മാറും. നമുക്കറിയാം, തോന്നുന്ന രീതിയിലൊന്നും നമുക്കൊരു പ്രൊഡക്റ്റിന്റെ മേലെ പ്രൈസ് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. പ്രൈസ് ഫ്ലോറും അതുപോലെ തന്നെ പ്രൈസ് സീലിംഗും ഒക്കെ ഗവൺമെന്റിന്റെ സ്ട്രാറ്റജിക് എക്കണോമിക് ഡീലിങ്സുകളായിട്ട് നിലനിൽക്കുന്ന ഒരു എക്കണോമിക് സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ നമുക്ക് ഒരിക്കലും ഒരു പ്രൊഡ്യൂസർ വിചാരിച്ചു കഴിഞ്ഞാൽ അബ്നോർമൽ ലെവലിലൊന്നും പ്രൈസ് കൂട്ടാൻ വേണ്ടി പറ്റും. ലീഗൽ പ്രോബ്ലംസ് ഉണ്ടാകും. മാത്രമല്ല, കമ്പനീസ് കൂടുതലായിട്ടും പ്രൈസിലൂടെ ഒരു പ്രൈസ് വാർ നടത്തിയിട്ടാണ് പലപ്പോഴും മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക.
ഇനി കൺട്രോൾസ് ഓഫ് ഡിമാൻഡ്. പ്രൈസിന്റെ ബേസിൽ നമുക്ക് ഡിമാൻഡിൽ വരുന്ന ചേഞ്ച് എന്താണെന്ന് അറിയാം. അക്കോർഡിംഗ് ടു ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് പ്രൈസ് ആരോ മാർക്ക് താഴേക്ക് കാണിക്കുന്ന നോക്കൂ. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടുന്നു. ഇനി പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. അപ്പൊ അക്കോർഡിംഗ് ടു ലോ ഓഫ് ഡിമാൻഡ് പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് കൂടും, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് കുറയും. സംടൈംസ് ഹയർ പ്രൈസ് മേ ഇൻഡിക്കേറ്റ് ബെറ്റർ ക്വാളിറ്റി. നമുക്കറിയാം എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രോഡക്റ്റിന്റെ ഹയർ പ്രൈസ് മേ ഇൻഡിക്കേറ്റ് ബെറ്റർ ക്വാളിറ്റിയെ സൂചിപ്പിക്കുകയും ചെയ്യും. ചിലരൊക്കെ ഉണ്ട്, നമുക്കറിയാം നല്ല പ്രൈസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളുടെ ലക്ഷറിയസ് ഫുഡുകളുടെയൊക്കെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അടുത്തത് ഇമ്പോർട്ടൻസ് ടു ഡിഫറെന്റ് ഓർഗനൈസേഷൻസ്. പ്രൈസ് ഈസ് ഇമ്പോർട്ടൻറ്റ് നോട്ട് ഓൺലി ഫോർ ബിസിനസ് ഫേംസ് ബട്ട് ഓൾസോ ഫോർ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഓരോ രീതിയിലാണ് പ്രൈസിന്റെ പേര്. യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ ട്യൂഷൻ ഫ്രീ ആണ്, ഡോക്ടേഴ്സ് ആണെങ്കിൽ കൺസൾട്ടേഷൻ ഫീ ആണ്, ബാങ്ക് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആണ്, ഇൻഷുറൻസ് കമ്പനികളാണെങ്കിൽ പ്രീമിയം ആണ്, ട്രാൻസ്പോർട്ട് സർവീസസ് ആണെങ്കിൽ ഫെയർ ആണ്. ഈവൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് മസ്റ്റ് ഫിക്സ് എ ഫെയർ പ്രൈസ്. അതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസ് ടു ബയേഴ്സ്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസ് ടു ബയേഴ്സ് എന്ന് പറയുന്നത് ഷോസ് വാല്യൂ ഓഫ് ദി പ്രോഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്താണെന്ന് അത് ബയ്യർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ കാരണമാകുന്നു. ആക്ട്സ് ആസ് എ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ. ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി സൂചിപ്പിക്കുന്ന ഒന്നായിട്ട് അതിനെ ഉപയോഗിക്കുന്നു. ഇൻഫ്ലുവൻസസ് ബൈയിങ് ഡിസിഷൻ അതിന്റെ പ്രൈസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നർത്ഥം. ഇനി ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസ് ടു ബയ്യർ. ഒരു ബയ്യറെ സംബന്ധിച്ചിടത്തോളം പ്രൈസിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസ് ടു സൊസൈറ്റി. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസ് ടു സൊസൈറ്റി എന്ന് പറയുമ്പോൾ പ്രൈസ് ഇൻഫ്ലുവൻസസ് വേജസ്, ലേബർ, റെന്റ്, ലാൻഡിന് റെന്റ്, അതുപോലെ തന്നെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, എന്റർപ്രണർക്ക് പ്രോഫിറ്റ്. Thus, price acts as a regular of the economy because it helps in allocation of resources. അപ്പൊ അത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസ് ടു സൊസൈറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്റെ കൺക്ലൂഷൻ പോയിന്റിലേക്ക് വരാം. കൺക്ലൂഷൻ: പ്രൈസ് ഈസ് എ ക്രൂഷ്യൽ എലമെന്റ് ഇൻ മാർക്കറ്റിംഗ് ആസ് ഇറ്റ് ഇൻഫ്ലുവൻസസ് സെയിൽസ്, പ്രോഫിറ്റ്. പ്രൈസ് ഈസ് എ ക്രൂഷ്യൽ എലമെന്റ് ആണ്. പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന്റെ ഒരു ക്രൂഷ്യൽ എലമെന്റ് ആണ്. ഇറ്റ് ഇൻഫ്ലുവൻസസ്, ഇത് സെയിൽസിനെ, പ്രോഫിറ്റിനെ, കോമ്പറ്റീഷനെ, ഡിമാൻഡിനെ ആൻഡ് എക്കണോമിക് അലോക്കേഷൻ ഓഫ് റിസോഴ്സുകളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അടുത്ത നമുക്കറിയാം, അതിന് തന്നെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വേർഡ്: പ്രോപ്പർ പ്രൈസിങ് എൻഷുവേഴ്സ് ബിസിനസ് സക്സസ് ആൻഡ് എക്കണോമിക് ബാലൻസ്. പ്രോപ്പർ പ്രൈസിങ് ബിസിനസ് സക്സസിനെയും എക്കണോമിക് ബാലൻസിനെയും എല്ലാം തന്നെ എൻഷുർ ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റിങ്ങിൽ ശരിയായ രീതിയിൽ പ്രൈസിങ് നടത്തുക എന്നുള്ളത് ഒരു സെല്ലറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്നർത്ഥം. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ്. പ്രൈസിങ്ങിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ്, അതിന്റെ മീനിങ് നോക്കൂ. Pricing objectives must in line with the overall objectives of the firm.
Pricing objectives must be aligned with the overall objectives of the firm. A firm may pursue more than one objectives at the same time. ഒരു ഫേമിന് ഒരു സമയം തന്നെ നിരവധിയായിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഒബ്റ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കണം, അതേസമയം തന്നെ മാക്സിമം സെയിൽ ഉണ്ടാക്കണം. അപ്പൊ അത് പ്രോഫിറ്റ് അതിന്റെ ഒരേ സമയമുള്ള ഒബ്ജക്റ്റ് ആണ്, സെയില് അറ്റ് എ ടൈമിൽ ഒബ്ജക്റ്റ് ആണ്, ഗുഡ് വില്ല് കൂട്ടണം, ലീഗൽ കംപ്ലൈൻസുകളെല്ലാം തന്നെ ഫുൾഫിൽ ചെയ്യണം. ദ ഫേം മസ്റ്റ് ബാലൻസ് all objectives before fixing price. The firm must balance all objectives before fixing price. ഒരു ഫേം ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ നേടുന്നതിന് മുന്നേ തന്നെ അതിന്റെ ബിഫോർ ഫിക്സിംഗ് പ്രൈസ്, അതിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ അതിന് പറ്റണം. അപ്പൊ ശരിയായ രീതിയിൽ ഒരു പ്രൈസിങ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഒരു ഫേമിന്റെ ആദ്യത്തെ ഉത്തരവാദിത്തമാണ്. അതിന്റെ അർത്ഥം കൺസ്യൂമേഴ്സിന് അഫോർഡബിൾ ആകുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് ഒരു ഫേമിന്റെ ഉത്തരവാദിത്തമാണ് എന്നർത്ഥം. ഇനി അടുത്ത ഭാഗം നോക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ്. ഒന്ന്, പ്രൈസിംഗിന്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് പ്രോഫിറ്റ് ഓറിയന്റഡ് ഒബ്ജക്റ്റീവ് ആണ്. രണ്ടാമത്തെ സെയിൽസ് വോളിയം ഓറിയന്റഡ് ഒബ്ജക്റ്റീവ് ആണ് അതർ ഒബ്ജക്റ്റീവ്സ്. അവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് ഒരുപക്ഷെ ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഒരു പ്രൈസിങ്ങിനുണ്ട്. അതിന് ഒന്ന് നമുക്കറിയാം, പ്രോഫിറ്റ് ഓറിയന്റഡ് ഒബ്ജക്റ്റീവ് ആണ്. പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രോഫിറ്റ് ഓറിയന്റഡ് ഒബ്ജക്റ്റീവ്സ് എന്താണ് നമുക്ക് നോക്കാം. ട്രഡീഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ആണ് ഈ പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കുക എന്നുള്ളത്. ഫേം ഫിക്സസ് പ്രൈസ് ടു ഗെറ്റ് മാക്സിമം പ്രോഫിറ്റ്. ഒരു ഫേമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നോക്കൂ, സെലക്ട് പ്രൈസ് ആഫ്റ്റർ എസ്റ്റിമേറ്റിംഗ് ഡിമാൻഡ് ആൻഡ് കോസ്റ്റ്. അതിന്റെ ഡിമാൻഡും അതുപോലെ തന്നെ കോസ്റ്റും എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഒരു പ്രൈസ് സെലക്ട് ചെയ്യുക എന്നുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. മേ ചാർജ് ഹിം മാർജിൻ ലിമിറ്റേഷൻ, മേ ക്രിയേറ്റ് ഇമേജ് ഓഫ് പ്രോഫിറ്ററിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഇൻ ലോങ് റൺ. ഫേംസ് മേ അക്സെപ്റ്റ് ഷോർട്ട് റൺ ലോസസ്, ന്യൂ പ്രോഡക്റ്റ് എൻട്രി ആണ്. അതായത് ലോങ് റണ്ണില് ഫേംസ് മേ അക്സെപ്റ്റ്, ഷോർട്ട് റണ്ണിലാണെങ്കിൽ എന്താകും, അവിടെ ന്യൂ പ്രോഡക്റ്റിന്റെ എൻട്രി ഒക്കെ വരുന്നതോട് കൂടിയിട്ട് അത് നഷ്ടപ്പെടുകയും ചെയ്യും. ഇനി അടുത്ത ഭാഗം നോക്കൂ. ടാർഗറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഫേം ഫിക്സസ് പ്രൈസ് ടു ഏൺ എ predetermined rate of return on investment or sales. Cost plus desired profit margin is equal price. Used especially by industry leaders. Target return varies across industries. ഇനി സെയിൽസ് വോളിയം ഓറിയന്റഡ് ഒബ്ജക്റ്റീവ്സ്. അതിൽ സെയിൽസ് കൂട്ടുക എന്നുള്ളത് മാക്സിമൈസേഷൻ ഓഫ് സെയിൽസ് വോളിയമാണ്. അവിടെ ഫോക്കസ് ഓൺ ഇൻക്രീസിങ് സെയിൽസ്, സെയിൽസ് കൂട്ടാനുള്ള ഫോക്കസ് ആണ് നടത്തുക. നോട്ട് ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ്, നോട്ട് ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. may accept minimum profit in short run losses, may accept minimum profit. അപ്പൊ അതിന്റെ അർത്ഥം അവര് ഒരു ഷോർട്ട് റണ്ണില്
മിനിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുക. അച്ചീവ്ഡ് ത്രൂ പ്രൈസ് കട്ട്സ് ഓർ ഡിസ്കൗണ്ട്സ്, അതിനുവേണ്ടി അവർ എന്ത് ചെയ്യും? പ്രൈസ് കട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഡിസ്കൗണ്ടുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇൻക്രീസ് സെയിൽസ് ഡു നോട്ട് ഓൾവേസ് മീൻ ഇൻക്രീസ് പ്രോഫിറ്റ്. അവിടെ ഇൻക്രീസ് സെയിൽസ് ഡു നോട്ട് ഓൾവേസ് മീൻ ഇൻക്രീസ് പ്രോഫിറ്റ് അല്ല. സെയിൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് പ്രോഫിറ്റ് കൂട്ടുക എന്ന അർത്ഥമാവില്ല എപ്പോഴും. സെയിൽസ് കൂട്ടിയിട്ട് അവരെ പ്രൊമോഷൻ കൂട്ടുക, ബ്രാൻഡ് ആളുകളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അതാണ് ഈ ഇൻക്രീസ്ഡ് സെയിൽസ് ഡു നോട്ട് ഓൾവേസ് മീൻ ഇൻക്രീസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മാക്സിമൈസേഷൻ ഓഫ് മാർക്കറ്റ് ഷെയർ എയിം ടു ഇൻക്രീസ് ഫേംസ് ഷെയർ ഇൻ ടോട്ടൽ മാർക്കറ്റ്. മാർക്കറ്റ് ഷെയർ ഇൻഡിക്കേറ്റ് കോർപ്പറേറ്റ് സ്ട്രെങ്ത് ആണ്, important in growing markets. Sometimes firms reduces share to avoid action under Companies Act 2003. ഇനി other objectives, price stabilization. പ്രൈസ് വാറുകൾ നടക്കും മാർക്കറ്റിൽ. പ്രൈസ് കുറച്ചിട്ട് കൂടുതൽ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ നോക്കുക ഫേമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അവിടെ പ്രൈസ് വാർ അവോയ്ഡ് ചെയ്യുക. അവിടെ പ്രൈസ് ലീഡർ ഇൻ കേസ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്ട്സ്, അവിടെ ഒരു സ്റ്റെബിലൈസേഷൻ എപ്പോഴും അത് കൊണ്ടുപോകാൻ പറ്റണം. ഇനി സർവൈവൽ. When facing heavy competition or low demand, price fixed to cover variable cost and part of fixed cost. When facing heavy competition or low demand, heavy competition, low demand ആണെങ്കിൽ price fixed to cover variable cost and part of fixed cost. എന്ത് ചെയ്യേണ്ടി വരും? പ്രൈസ് അതിന്റെ വാരിയബിൾ കോസ്റ്റിൽ അത് കവർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വാരിയബിൾ കോസ്റ്റ് കുറച്ചിട്ട് ഫിക്സ്ഡ് കോസ്റ്റിൽ മാത്രം നടത്താം, അങ്ങനെ ചെയ്യേണ്ടി വരും. ഇനി പ്രിവെന്റ് എൻട്രി ഓഫ് കമ്പനീസ്, ഫിക്സ് വെരി ലോ പ്രൈസ്, ഡിസ്കറേജ് ന്യൂ കമ്പനീസ് ഫ്രം എൻട്രി മാർക്കറ്റ്. ലോ പ്രൈസ് വല്ലാതെ കുറച്ചു കഴിഞ്ഞാൽ ലാഭം പ്രതീക്ഷിച്ച് വരുന്ന പല കമ്പനികളും ഫേമുകളും മാർക്കറ്റിലേക്ക് വരാൻ മടിക്കും. ഫിക്സ് വെരി ലോ പ്രൈസ്, ഡിസ്കറേജ് ന്യൂ കമ്പനീസ് ഫ്രം എൻറ്ററിങ് മാർക്കറ്റ്, ഡിസ്കറേജ് ചെയ്തത്. ഇനി ഇംപ്രൂവ് കമ്പനി ഇമേജ്, ഹൈ പ്രൈസ് ടു ഷോ ഹൈ ക്വാളിറ്റി. പലപ്പോഴും ഹൈ പ്രൈസ് ടു ഷോ ഹൈ ക്വാളിറ്റി ആണ് എന്നൊരു അസംഷൻ ജനങ്ങളിലേക്ക് ഉണ്ടാക്കുക. മെയിൻറ്റെയിൻ ഇമേജ് ആസ് ക്വാളിറ്റി ഗുഡ് സപ്ലയർ. ഒരു കൺക്ലൂഷൻ നോക്കുക. So firms may follow many objectives. Long-term profit maximization and market share maximization are the most common pricing objectives. Long-term profit maximization ഉണ്ടാക്കുകയും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉണ്ടാക്കുക എന്നുള്ളത് മോസ്റ്റ് കോമൺ പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. പ്രൈസിംഗ് പോളിസീസ് ഡിഫറെന്റ് ഫ്രം ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി ആൻഡ് ഫ്രം ടൈം ടു ടൈം. പ്രൈസിങ്ങിന്റെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വേറെ ഇൻഡസ്ട്രിയിലേക്കുള്ള പ്രൈസിന്റെ ഫോമോ അല്ലെങ്കിൽ അത് ഫേം ടു ഫേം ടൈം ടു ടൈമും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും അർത്ഥം. ഇല്ലേ? Basic methods of price determination. In practice, price is mainly determined based on cost, demand, competition. Thus, there are three approaches. അതിൽ കോസ്റ്റ് ഓറിയന്റഡ് അപ്രോച്ച് ഉണ്ട്, കോസ്റ്റ് ഓറിയന്റഡ് പ്രൈസിങ്, ഡിമാൻഡ് ഓറിയന്റഡ് പ്രൈസിങ്, കോമ്പറ്റീഷൻ ഓറിയന്റഡ് പ്രൈസിങ്. കോസ്റ്റ് ഓറിയന്റഡ് പ്രൈസിങ് നമുക്ക് അറിയുന്നതാണ്. പ്രൈസ് ഈസ് ഈക്വൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ഗുഡ് ഉണ്ടാക്കുവാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റിന്റെ കൂടെ തന്നെ
പ്രൊഡ്യൂസർക്ക് ലഭിക്കേണ്ട പ്രോഫിറ്റും കൂടി ചേർന്നിട്ടാണ് നമ്മൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക. കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ അതിൽ വാരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മാർജിൻ ഒക്കെ കൂടി ചേർന്നതാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ ഒരു എക്സാമ്പിൾ അവിടെ നൽകിയിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് 40, പ്രോഫിറ്റ് മാർജിൻ 10. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 50. അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ കോസ്റ്റുകളും കവർ ചെയ്യുന്നു അല്ലെ? യൂസ്ഡ് ഇൻ ഗവൺമെന്റ് കോൺട്രാക്ട്സ് ആൻഡ് സർവീസസ്. ഇനി ടാർഗറ്റ് പ്രോഫിറ്റ് പ്രൈസിംഗ് ഓർ ബ്രേക്ക് ഇവൻ അനാലിസിസ്. ടാർഗറ്റ് പ്രോഫിറ്റ് പ്രൈസിംഗും ബ്രേക്ക് ഇവൻ അനാലിസിസ്. പ്രൈസ് ഫിക്സ്ഡ് ടു ഏൺ ഡിസൈഡ് പ്രോഫിറ്റ്. ബ്രേക്ക് ഇവൻ പോയിന്റ് BEP. പോയിന്റ് where total revenue is equal to total cost. ടാർഗറ്റ് പ്രോഫിറ്റ് പ്രൈസിംഗ് ബ്രേക്ക് ഇവൻ അനാലിസിസ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്കറിയാം, ടോട്ടൽ റവന്യൂ is equal total cost, no profit, no loss. Fixed cost, selling price minus variable cost. Example, fixed cost അവിടെ ഫേമിന് ഉണ്ടായത് 80,000 ആണ്. സെല്ലിംഗ് പ്രൈസ് 12, വാരിയബിൾ കോസ്റ്റ് 8. ഇതെങ്ങനെ കണക്കാക്കാം? ഇതിന്റെ ഒരു ഇക്വേഷൻ ആണ് ഈ നൽകിയിട്ടുള്ളത്. ഒന്ന് നോക്കുക. യൂസ്ഫുൾ ഫോർ ന്യൂ പ്രൊഡക്ട്സ് ആണ്. Assume costs remain constant. Demand oriented pricing. Price is based on demand, not cost. പ്രൈസ് എപ്പോഴും ബേസ് ചെയ്യുന്ന ഡിമാൻഡിനെയാണ്, കോസ്റ്റിനെയല്ല. ഹൈ ഡിമാൻഡ് ആണെങ്കിൽ, അതായത് ഗുഡിന് ഹൈ ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഹൈ പ്രൈസ് ആകും, ലോ ഡിമാൻഡ് ആണെങ്കിൽ ലോ പ്രൈസും ആകും. ഇനി ഡിഫറെന്റ് പ്രൈസിങ്. Different prices for same product based on customer. Student discount ആണ്. Place airport price high ആണ്. Time peak seasons, hotel rates. Product version hardbound versus paperback board. ഇതില് ഡിഫറെന്റ് പ്രൈസിംഗ് ആണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ആസ്പെക്റ്റുകളിലൊക്കെ നടക്കുക. ഓക്കെ. ഇനി പെർസീവ്ഡ് വാല്യൂ പ്രൈസിംഗ്. പെർസീവ്ഡ് വാല്യൂ പ്രൈസിംഗ്. പ്രൈസ് ബേസ്ഡ് ഓൺ കസ്റ്റമേഴ്സ് പെർസെപ്ഷൻ ഓഫ് വാല്യൂ. എക്സാമ്പിൾ നോക്കൂ. സം ടീ കോസ്റ്റസ് ₹10 in small shop and ₹200 in 5-star hotel because customers perceive higher value. ഇത് ഒരു സൂട്ടബിൾ എക്സാമ്പിൾ ആണ്, അത് നന്നായിട്ടൊന്ന് വായിക്കുക. കോമ്പറ്റീഷൻ ഓറിയന്റഡ് പ്രൈസിംഗ്. പ്രൈസ് ഫിക്സ്ഡ് ബൈ ഓൺ കോമ്പറ്റേറ്റേഴ്സ് പ്രൈസ്. പ്രൈസ് ഫിക്സ്ഡ് ബൈ based on competitors' price ആണ്. Coin right pricing. Firm allows market or industry leaders price. Example, petrol bunks sell fuel at a smaller similar price. Fuel at similar price ആണ്. Prevents അവിടെ എന്തില്ല, പ്രൈസ് വാർ ഇല്ല, ഈസി ടു അഡോപ്റ്റ് ആണ്, യൂസ്ഡ് ഇൻ ഹോമോജീനിയസ് പ്രൊഡക്ട്സ് തന്നെയാണ്. ഇനി കൺക്ലൂഷനിലേക്ക് വരാം. കൺക്ലൂഷൻ. Price determination mainly depends on cost, demand and competition. അവിടെ പ്രൈസിന്റെ തീരുമാനം എടുക്കുന്നത് ഡിപ്പെൻസ് ഓൺ അതിന്റെ കോസ്റ്റുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ഡിമാൻഡുമായി ബന്ധപ്പെട്ട്, ആൻഡ് കോമ്പറ്റീഷൻ. ഈച്ച് മെത്തേഡ് ഹാസ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഓരോ മെത്തേഡിലും എന്തുണ്ട്? അഡ്വാൻറ്റേജസും ഉണ്ട്, ലിമിറ്റേഷൻസും ഉണ്ട്. The firm must select the method suitable to its objective and market condition. Next, Unit 10, regulation of prices ആണ്.
നമുക്കറിയാം നമ്മുടെ ഒരു എക്കോണമിയിൽ ഒരു മാർക്കറ്റിൽ അതിന്റെ അതോറിറ്റി പ്രൈസ് റെഗുലേറ്റ് ചെയ്യും. അപ്പോൾ റെഗുലേഷൻ ഓഫ് പ്രൈസിങ് അണ്ടർ ദി കോമ്പറ്റീഷൻ ആക്ട് 2002. ദ കോമ്പറ്റീഷൻ ആക്ട് വാസ് എനാക്ടഡ് ടു ഈ പ്രൈസ് കോമ്പറ്റീഷന്റെ ഒരു ആക്ട് 2002 ഇന്ത്യയിൽ വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് തോന്നുന്ന രീതിയിലൊന്നും തന്നെ പ്രൈസ് ഒരു പ്രോഡക്റ്റിന്റെ മേലെ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പ്രൈസിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആക്ടാണ് റെഗുലേഷൻ ഓഫ് പ്രൈസിങ് അണ്ടർ ദി കോമ്പറ്റീഷൻ ആക്ട് 2002. The Competition Act 2002 was enacted to prevent anti-competitive prices. അതായത് ആന്റി കോമ്പറ്റേറ്റീവ് പ്രൈസസ് ആണെങ്കിൽ പ്രാക്ടീസസുകളാണെങ്കിൽ ആന്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസ് ആണെങ്കിൽ അതിന് പ്രിവെന്റ് ചെയ്യുക, കൺസ്യൂമേഴ്സിന് അഫോർഡബിൾ ആകുന്ന രീതിയിലുള്ള പ്രൈസുകളാകണം. ഇനി അടുത്ത് നമുക്കറിയാം കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക. കണക്റ്റഡ് ടു അത് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസിംഗിൽ റെഗുലേഷൻ കൊണ്ടുവന്നു. ഇനി പ്രൊമോട്ട് ഫെയർ കോമ്പറ്റീഷൻ, ഒരു നല്ല കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യാൻ, ഫെയർ കോമ്പറ്റീഷൻ, നല്ല കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലേഷൻ വന്നു പ്രൈസിൽ. എൻഷുർ ഫ്രീഡം ഓഫ് ട്രേഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ എല്ലാവർക്കും ഫ്രീഡം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആണ് പ്രൈസ് റെഗുലേഷൻ വന്നത്. ട്രേഡ് ഫ്രീഡം ഉറപ്പുവരുത്താൻ, ട്രേഡ് ഫ്രീഡം എല്ലാവർക്കും കച്ചവട സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് പ്രൈസ് വന്നത്. പിന്നെ പ്രൈസിംഗ് പ്രാക്ടീസസ് ദാറ്റ് harm competition are regulated by the Competition Commission of India. ഇവിടെ പ്രൈസിംഗ് പ്രാക്ടീസസ് ദാറ്റ് harm competition are regulated by, ഇവിടെ ഈ പ്രൈസിംഗ് പ്രാക്ടീസസ് പലപ്പോഴും കോമ്പറ്റീഷൻ ഹാം ചെയ്യുമ്പോൾ അതിന് റെഗുലേറ്റ് ചെയ്യുന്ന ഗവൺമെന്റ് അതോറിറ്റിയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, CCI. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, CCI. ഇതിന്റെ ഉദ്ദേശം പ്രൈസ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇനി റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ്, RPM. When a manufacturer fixes the minimum resale price for dealers, example നോക്കൂ, a company tells retailers not to sell a product below ₹500. This reduces price competition among dealers. ഒരു കമ്പനി അതിന്റെ റീറ്റെയിലേഴ്സിനോട് പറയുന്നു not to sell a product below ₹500. This reduces price competition among dealers. ഇത് ഉണ്ടാകുമ്പോൾ ഒരിക്കലും പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ ഡീലേഴ്സ് അതിന്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് കോമ്പറ്റീഷൻ നടത്താൻ പറ്റില്ല. സ്വാഭാവിക ആക്ട് പ്രൊഹിബിറ്റ്സ് ഫിക്സേഷൻ ഓഫ് മിനിമം റീസെയിൽ പ്രൈസ്. ആക്ട് മിനിമം റീസെയിൽ പ്രൈസ് എന്ന് പറയുന്നത് പ്രൊഹിബിറ്റ്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ചാർജിങ് ഡിഫറെന്റ് പ്രൈസസ് ഫോർ ദ സെയിം പ്രോഡക്റ്റ് ടു ഡിഫറെന്റ് ബയേഴ്സ് വിതൗട്ട് കോസ്റ്റ് ജസ്റ്റിഫിക്കേഷൻ. സെയിം പ്രോഡക്റ്റ് തന്നെ ഡിഫറെന്റ് ബയേഴ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള വിലയ്ക്ക് നൽകും. സപ്ലയർ സെൽസ് ഗുഡ്സ് ₹100 to dealer A and ₹80 to dealer B. Same conditions ആണ്. സ്മോളർ ഡീലർ കനോട്ട് കോമ്പറ്റ്. സ്മോളർ ഡീലർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. CCI can enquire and regulate such price. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, CCI അത് എൻക്വയർ ചെയ്യുകയും പ്രൈസ് റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി കളക്റ്റീവ് പ്രൈസ് ഫിക്സിംഗ്, കാർട്ടൽ. പലപ്പോഴും കാർട്ടൽ ഇന്ത്യയിലൊക്കെ നടന്നിട്ടുള്ള ഒരു രീതിയാണ്. ഒളിഗോപ്പൊളി മാർക്കറ്റിൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് കാർട്ടൽ. കോമ്പറ്റേറ്റേഴ്സ്, പരസ്പരം മത്സരിക്കുന്ന ഫേംസ് എഗ്രി among themselves to fix prices. അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു പ്രൈസ് അങ്ങോട്ട് ഫിക്സ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, സിമെന്റ് കമ്പനി സീക്രട്ട്ലി എഗ്രീസ് ടു സെൽ ₹400 per bag. 400 രൂപയാക്കിയിട്ട് സിമെന്റ് കമ്പനികൾ ബാഗിന്റെ വില കൂട്ടി. കാരണം ഒരു ഘട്ടത്തിൽ സിമെന്റിന്റെ സപ്ലൈ അവർ കുറച്ചു. സപ്ലൈ കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും സ്വാഭാവികമായിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യാം. കാർട്ടൽ എന്ന് പറയുമ്പോൾ ഈ ഫ്യൂ ഫേംസ് എല്ലാം ചേർന്നുകൊണ്ട് നടപ്പാക്കുന്ന ഒരു പ്രൈസിങ് രീതിയാണ്
കാർട്ടൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഇല്ലീഗൽ പ്രൈസിംഗ് രീതിയാണ്. അങ്ങനെയാകുമ്പോൾ എന്താകും, അവിടെ കോമ്പറ്റീഷൻ എലിമിനേറ്റ് ചെയ്യുകയും ലീഡ്സ് ടു ഹയർ പ്രൈസ് ഉണ്ടാവുകയും ചെയ്യും അല്ലെ. അപ്പൊ അവിടെ പിന്നെ സീക്രട്ട് ആയിട്ടുള്ള എഗ്രിമെന്റ്, ടെൻഡേഴ്സ്, കൊല്യൂസ് ബിഡിങ്, പ്രൈസിലൊക്കെ എന്താ പ്രശ്നം വരും. കൺസ്യൂമേഴ്സ് ക്യാൻ ക്ലെയിം കോമ്പൻസേഷൻ. കൺസ്യൂമേഴ്സ് അവിടെ കോമ്പൻസേഷന് വേണ്ടി ക്ലെയിം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയും CCI ക്യാൻ ഇമ്പോസ് പെനാൽറ്റി. CCI അങ്ങനെ കാർട്ടൽ ആരെങ്കിലും നടത്തിയാൽ അവർക്കെതിരെ പെനാൽറ്റി ഇമ്പോസ് ചെയ്യുകയും ചെയ്യും. Then predatory pricing, selling below cost to eliminate competitors. A large company sells product at ₹50, cost 70, to drive out small firms. സ്മോൾ ഫേംസിനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ലാർജ് കമ്പനികൾ 70 രൂപയുടെ കോസ്റ്റ് വരുന്ന ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ 50 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് പലപ്പോഴും സ്മോൾ ഫേംസുകൾ ഇൻഡസ്ട്രിയിൽ നിന്നും അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവുകയും അവിടെ ഒരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യുകയും റിമൈനിങ് അവിടെ ഉള്ള ബാക്കിയുള്ള ഫേം ഒരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് കോമ്പറ്റീഷൻ ഹാർംഫുൾ ആയി മാറുകയും ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും. റെഗുലേറ്റഡ് അണ്ടർ ദി ആക്ട്. അതുകൊണ്ട് ഇത് ഈ CCIയുടെ ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള പ്രീഡേറ്ററി പ്രൈസിംഗ് എന്ന് പറഞ്ഞ് റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യും. Then bargain deceptive pricing, false low price advertisement to mislead consumers. False low price advertisement to mislead consumers. ലോ പ്രൈസ് ആണ് എന്ന് പറഞ്ഞ് ഫോൾസ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് കൺസ്യൂമേഴ്സിനെ മിസ്ലീഡ് ചെയ്യപ്പെട്ടാൽ അവിടെ CCI ഇടപെടും. അങ്ങനെ രീതികളൊക്കെ ഇത് പ്രൊഹിബിറ്റ് ചെയ്യുന്നു. അത് പ്രൈസ് റെഗുലേഷന്റെ ഭാഗമാണ്. ഇപ്പൊ TV അഡ്വർടൈസ് ₹30,000, ബട്ട് ഡീലർ റെഫ്യൂസസ് ടു സെൽ ആൻഡ് പർച്ചേസ് അനദർ പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ഫലം എന്താണ്? കൺസ്യൂമേഴ്സ് മിസ്ലീഡ് ചെയ്യപ്പെടുന്നു, കൺസിഡേർഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആവുന്നു. CCI can issue cease and desist order. ക്ലിയർ ആണ്. ഇനി ചാർജിങ് അൺറീസണബിളി ഹൈ പ്രൈസസ്. ഡോമിനന്റ് ഫേം ചാർജസ് എക്സസീവ്ലി ഹൈ പ്രൈസ്. പലപ്പോഴും നമുക്കറിയാം, ഡോമിനന്റ് ഫേം ചാർജസ് എക്സസീവ്ലി ഹൈ പ്രൈസ്. A monopoly company charges very high price due to lack of competition. ഒരു മൊണോപ്പൊളി കമ്പനിയിലാണെങ്കിൽ അവിടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് സെല്ലർ ആയിരിക്കും. മൊണോപ്പൊളി കമ്പനി ചാർജസ് വെരി ഹൈ